വന്നാൽ 24 മണിക്കൂറും പശു 10 എന്റെ കൈവശം എപ്പോഴും ഉണ്ടാവും. അത് ശരിയാ. ഇതെല്ലാം പറ്റിയില്ലെങ്കിൽ ബോധാഴ്ച ദിവസം വന്നോളെ നമുക്ക് ഈറോഡ് പോകാം. പോകണ്ട, വെറും കൈയോട് പോകണ്ട. പശു ഞാൻ വിളിക്കുന്ന ഭാഗത്ത് വന്നാൽ മതി. ഓക്കെ 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 ശരി. പശു നല്ല പശു നോക്കി തരാം. നല്ല പശുവിനെ നോക്കിയിട്ട് ഗ്യാരണ്ടിയോടെ എടുത്തു തരും. ഗ്യാരണ്ടിയോടെ എടുത്തു തീർക്കാം. 4 കാമ്പിന് 100% ഗ്യാരണ്ടി. ശരി ശരി. അപ്പൊ നമുക്ക് കാമ്പിന് എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഈ വണ്ടി തന്നെ കൊടുത്തു വിട്ടോളി. കൊടുത്തു വിട്ടാൽ മതി. കൊടുത്തു വിട്ടോളി. ശരി ശരി. കർഷകർക്ക് എടുക്കണം പറഞ്ഞ തമിഴ്നാട് സർട്ടിഫിക്കറ്റ് വേണമെങ്കിൽ അത് വാങ്ങിച്ചു കൊടുക്കുക, ചെക്ക് പോസ്റ്റ് ബില്ല് വാങ്ങിക്കൊടുക്കുക. അതൊന്നും ഒരു വിഷയമല്ല. ഇനിയിപ്പോ വീഡിയോ കോളിൽ വരണം, വലിയ പശുക്കൾ വേണം പറഞ്ഞാൽ അതും തരാം. പൈസ ഇട്ട് വിട്ട് പറഞ്ഞാൽ അപ്പൊ കയറ്റി വിടാം. ഓക്കെ. അപ്പൊ അത് ആ ഒരു സംവിധാനം ഉണ്ടല്ലേ. അപ്പൊ നിങ്ങൾക്ക് വരാൻ പറ്റിയില്ലെങ്കിൽ അവര് പൈസ അക്കൗണ്ടിൽ ഇട്ട് വിട്ട് പറഞ്ഞാൽ അപ്പൊ തന്നെ പശുവിന് കയറ്റി വിടും. അതായത് പശുവിന്റെ ഫുൾ ക്യാഷ് അക്കൗണ്ടിൽ ഇട്ട് കഴിഞ്ഞാൽ വീഡിയോ കോളിൽ പശുവിനെ കാണിച്ചു കൊടുക്കും. വീഡിയോ കോളിൽ കാണിച്ചു കൊടുക്കും. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉള്ളത് പാലക്കാടാണ്. പാലക്കാട് നമ്മുടെ മുരുകൻ ചേട്ടന്റെ കൂടെയാണ്. നല്ല അടിപൊളി പശുക്കളുമായിട്ടാണ് ഇന്ന് നമ്മുടെ വീഡിയോ തുടങ്ങുന്നത് തന്നെ. അത് കണ്ടില്ലേ, നമ്മുടെ വീഡിയോയിൽ നിങ്ങൾ നോക്കുക, കിടിലം പശുക്കളാണ്. അടിപൊളി ഒരു 20-25 ലിറ്റർ വരെ പാല് ലഭിക്കുന്ന കിടിലം പശുക്കളുമായിട്ടാണ് നമ്മളിന്ന് വീഡിയോ തുടങ്ങുന്നത്. അപ്പോൾ നമ്മളെ കൂടെ ഉള്ളത് മുരുകൻ ചേട്ടനാണ്. ചേട്ടാ നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് മുരുകനാണ്. പാലക്കാട് ചിറ്റൂർ തത്തമംഗലം എൻ്റെ വീട്. തത്തമംഗലം കഴിഞ്ഞിട്ടാണ് ചിറ്റൂർ വീട്. എൻ്റെ കയ്യിൽ 2 നമ്പറുണ്ട്. ആ 2 നമ്പറിൽ വിളിച്ചാൽ ഏത് നമ്പറിൽ വേണമെങ്കിൽ വിളിച്ചോളി. ചേട്ടാ നല്ല അടിപൊളി HF പശുക്കളാണല്ലോ ഇന്ന് കൂടെ ഉള്ളത്. 2 പശു HF ഉണ്ട്. HF ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇനി വേറെ പശുക്കളെ കാണിക്കാനുണ്ടല്ലോ. ഉണ്ടല്ലോ, ഉണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ഇതിന്റെ ഒരു ഡീറ്റെയിൽസ് ഒന്ന് പറഞ്ഞാലോ. ഇത് ഡീൽസേഴ്സ് ഒക്കെ 2 ചേർത്ത് 55 ലിറ്റർ പാല് കഴിക്കും. 55 ലിറ്റർ രണ്ടിനും കൂടെ? 2 പശുവിന്. 2 പശുവിനും കൂടെ 2 നേരം 55 ലിറ്റർ കഴിക്കും. ഓക്കെ. ഇത് പ്യൂർ HF തന്നെയാണോ? ഒറിജിനൽ HF. ഒറിജിനൽ HF പശുക്കളാണ്. അപ്പോൾ ഇത് എത്ര മാസം ചെനയാണ് ഇപ്പോ? ഇതൊരു 5 ദിവസം പിടിക്കും. 5 ദിവസം 10 ദിവസം. 5 ദിവസം 10 ദിവസത്തിനുള്ളിൽ പ്രസവിക്കുന്ന പശുക്കളാണ്. അപ്പോൾ നിങ്ങൾ ആവശ്യക്കാർ പെട്ടെന്ന് വിളിക്കുക. നമ്മൾ അപ്പോൾ ഈ വീഡിയോ എടുത്ത ഉടനെ വീഡിയോ ഇടുന്നതാണ്. ഇത് നായമാര് തരാം. വിലയൊക്കെ 2.5 പറയും. ഓക്കെ. നേരിട്ട് വരുമ്പോൾ 2.20 തരും. ഓക്കെ. അപ്പോൾ നമ്മൾ 2.5 ചോദിക്കും, 2നും കൂടെ അല്ലേ? 2നും കൂടെ. ഓക്കെ. അപ്പോൾ നേരിട്ട് വരുമ്പോൾ പരമാവധിയൊക്കെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ തരും. അഡ്ജസ്റ്റ് ചെയ്ത് 2.20 കൊടുക്കും. 2.20 കൊടുക്കും. പാലിന്റെ അളവ് ഇതൊക്കെ 25 ലിറ്റർ കഴിക്കും. 25-22. 25. ഇത് കംപ്ലീറ്റും ചെനയാണ്. ചെനപ്പശുവാണല്ലേ? എല്ലാം ചെനയാണ്. 10 ദിവസം 15 ദിവസം പിടിക്കും. ഓക്കെ. ഒരു 10-15 ദിവസത്തിനകം പ്രസവിക്കും. എല്ലാം പ്രസവിക്കും. അതുപോലെ കൊമ്പ് കരിക്കാത്ത മോഴയാണ്. കൊമ്പ് കരിക്കാത്ത മോഴയാണ്. ഇതില് കൊമ്പിന്റെ അടയാളമൊന്നും ഇല്ല. ഒറിജിനൽ ജേഴ്സി. ഇതും കൊമ്പ് കരിക്കാത്ത മോഴ പശുവാണ്. നല്ല ബ്ലാക്ക് കളറാണ്. നല്ല കിടിലം പശു. നല്ല കിടിലം പശുവാണ്. കണ്ടില്ലേ, കൊമ്പിന്റെ ഒരു അടയാളം പോലും അവിടെയൊന്നുമില്ല. അപ്പൊ ഇത് എത്ര പാല്? കൊമ്പ് കരിക്കാത്ത പശുവാണ്. ഇത് നമുക്ക് എത്ര പാല് കിട്ടും? ഇതൊരു 22 കഴിക്കും. 22 ലിറ്റർ പാല് കിട്ടും. 10 ദിവസം 15 ദിവസം പിടിക്കും. ഓക്കെ. അപ്പോ നല്ല ഒരു മടിസെറ്റൊക്കെ ആയി വരുന്നേ ഉള്ളൂ തോന്നുന്നു അല്ലേ? വീട്ടിലേക്ക് വാങ്ങിച്ചോണ്ട് പോയാലും സ്ത്രീകൾക്കൊക്കെ കറക്കാനൊന്നും വലിയ പ്രശ്നം. ആർക്ക് വേണമെങ്കിൽ കറക്കാം. വീട്ടമ്മമാർക്കോ പെണ്ണുങ്ങൾക്കോ ആർക്ക് വേണമെങ്കിൽ കറക്കാം പശുക്കള്. HF ക്രോസ്. ഇതിപ്പോ എത്ര മാസം ചെനയായി ചേട്ടാ? ഇതും ഒരു 15 ദിവസം പിടിക്കും. ഓക്കെ. ഒരു 15 ദിവസത്തിനകം പ്രസവിക്കാൻ ഉള്ള നല്ല പശുക്കളാണ്. ക്രോസ് ചെനപ്പശുവാണ്. ഇതും HF ക്രോസ് ആണ്. HF ക്രോസ് ആണ്. അതൊരു ബ്ലാക്ക് കൂടുതലും വൈറ്റ് കുറവായിട്ടുള്ള മോഴ പശു തന്നെയാണ്. മോഴ പശു തന്നെ. അതും കൊമ്പ് കരിക്കാത്ത പശുവാണ്. കൊമ്പ് കരിക്കാത്ത പശുവാണ് ഇതൊക്കെ. ഇത് നമുക്ക് എത്ര പാല് പ്രതീക്ഷിക്കാം? ഇതൊരു 18 പ്രതീക്ഷിക്കാം. 18 പ്രതീക്ഷിക്കാം. അതെ. ഇതും 10 ദിവസം പിടിക്കും. ഓക്കെ. 10 ദിവസത്തിനുള്ളിൽ പ്രസവിക്കുന്ന ആ ഒരു മോഴ പശുവാണ് HF ക്രോസ്. ഇതും HF ക്രോസ് ചെറു പശു. ഒരു 15 പ്രതീക്ഷിക്കാം. 15 അല്ലേ? അതെ. അപ്പൊ നല്ല സുന്ദരിയായിട്ടുള്ള ഒരു പശുവാണ്. ഒരു 15 ലിറ്ററോളം പാല് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റും. ഇത് സിന്ധി ബീറ്റ് ജേഴ്സി എല്ലാം കലർന്നതാണ്. നല്ല സ്വഭാവമാണ് പശു. നല്ല സ്വഭാവമാണ്. നല്ല സ്വഭാവമാണ്. യാതൊരു കാലെടുക്കുക ചവിട്ടുക തൊലിക്കുക ഒന്നും ചെയ്യില്ല. അത്രയും നല്ല പശുവാണ്. ഇതിപ്പോ നമുക്ക് എത്ര ദിവസം പ്രസവിക്കും? ഇതും 10 ദിവസം പിടിക്കും. 10 ദിവസം തന്നെ അല്ലേ? 10 ദിവസം പിടിക്കും. ഓക്കെ. ഇതിന്റെ മടിയൊക്കെ ഒന്ന് സെറ്റായി വരുന്നുണ്ട്. മടി വരുന്നേ ഉള്ളൂ. മടി വരുന്ന പശുവാണ്. ഒരു 16 കഴിക്കും. 16. നല്ല കൊഴുപ്പ് കൂടിയതാണ്. ഫ്ലാറ്റ് കൂടും പാലിന്.
കൊമ്പ് കണ്ട പേടിക്കും. എന്നാൽ നല്ല സ്വഭാവക്കാരിയാണ് പശു. അടുത്ത നമ്മൾ കാണുന്നത് ഒരു ജേഴ്സി മോഴ മോഴ. ഒരു 15 ലിറ്റർ കിടക്കും. 15 ലിറ്റർ പാല് അത്രേ കിടക്കുള്ളൂ. ഇത് ഒരു 10-15 ദിവസം പ്രസവിക്കും അല്ലേ? 15 ദിവസം പിടിക്കും. 10 ദിവസത്തിനുള്ളിൽ പ്രസവിക്കുന്ന HF ക്രോസ് അല്ലേ? ജേഴ്സി ആണോ അത്? HF ക്രോസ് ജേഴ്സി എല്ലാം കലർന്ന്. HF ക്രോസും ജേഴ്സിയും കൂടി ചേർത്ത് എല്ലാം മിക്സിങ്. ഓക്കെ, ഇതൊരു മോഴ പശുവാണ്. ഒരു വെറൈറ്റി കൊമ്പൊക്കെ ഉള്ള ഒരു പശുവാണല്ലോ. സഹിവാളാണ് അല്ലേ? നമ്മളാ ഒരു മുറ പോത്തിന്റെ ഒക്കെ രീതിയിലുള്ള ഒരു കൊമ്പാണല്ലോ. നല്ല സ്വഭാവക്കാരിയാണ്. ഇതൊക്കെ 20 ലിറ്റർ മേലെ കിടക്കും. ഇതിപ്പോ നമുക്ക് എത്ര ദിവസത്തിനുള്ളിൽ പ്രസവിക്കും? ഇതും 10 ദിവസം പിടിക്കും. 10 ദിവസത്തിനുള്ളിൽ പ്രസവിക്കുന്ന നല്ല ബ്ലാക്ക് കളറുള്ള ഒരു സഹിവാൾ പശുവാണ്. ഇത് എത്രാമത്തെ ലാക്ടേഷൻ ചേട്ടാ? 2ാമത്തെ. ഇപ്പൊ പ്രസവിക്കണം 3ാമത്തെ. ഓക്കെ, ഇതിപ്പോ ഇനി പ്രസവിക്കുന്നത് 3ാമത്തെ. ഓക്കെ, അപ്പൊ അടുത്ത് നോക്കാം. HF ഇതൊരു 15 ദിവസം പിടിക്കും. HF നമുക്ക് ഇത് പ്രതീക്ഷിക്കാം പാല് ഒരു 20-22 ലിറ്റർ പാല് അല്ലേ? അതെ. മോഴയല്ല, കൊമ്പുള്ളതാണ്. കൊമ്പുള്ളതാണ്. ലേശം കൊമ്പുള്ളത്. ഒരു പൊട്ട്. ചെറിയ കൊമ്പുണ്ട് അല്ലേ? ചെറിയ ലൈറ്റ് ആയിട്ട് ഒരു കൊമ്പുണ്ട്. മോഴയല്ല, എന്നാലും ചെറിയൊരു ചെറിയ പശുവാണ്. നല്ല ബ്ലാക്ക് കളർ ആയിട്ടുള്ളതാണ്. ഇതൊരു 10 ദിവസം പിടിക്കും. 10 ദിവസത്തിനുള്ളിൽ പ്രസവിക്കും. ഇതിനൊക്കെ നമുക്ക് എന്ത് പാല് പ്രതീക്ഷിക്കാം? ഇതൊരു 18 ലിറ്റർ പാല് പ്രതീക്ഷിക്കാം അല്ലേ? അതെ. അടുത്തൊരു ജേഴ്സി ആണല്ലോ. ജേഴ്സിയാണ്. 13 കിടക്കും. 13-15 കിടക്കും. 13-15 വീട്ടിലേക്കൊക്കെ 2 നേരമാണ് കേട്ടോ. ഈ 15 ലിറ്റർ പറഞ്ഞാൽ 2 നേരമാണ്, ഒരു നേരമല്ല. 2 നേരം കൂടി. 2 നേരം കൂടെ. 20 ലിറ്റർ പറഞ്ഞാൽ കാലത്ത് 12, വൈകിട്ട് 8. ഓക്കെ, അതുപോലെ തന്നെ അതൊരു മോഴ പശുവാണ്, കൊമ്പില്ലാത്തതാണ്. ഇത് കംപ്ലീറ്റ് ചെനപ്പശുക്കളാണ്. ചെനപ്പശുവാണ്. ഇപ്പൊ നമ്മൾ ഈ കാണുന്ന എല്ലാം ഈ നിൽക്കുന്ന പശുക്കളെല്ലാം ചെനപ്പശു. പെറ്റ പശു കിടക്കാൻ വഴിയില്ല. പെറ്റ പശു കിടക്കാൻ വഴിയില്ല. പെറ്റ പശുവിനെ കിട്ടാൻ വഴിയില്ല അല്ലേ? ഇതാ ചിന്താമണി. ലേശ കൊമ്പുണ്ട്. ഇത് സൈവാള ക്വാളിറ്റിയിൽ പെടും. ഓക്കെ, ചിന്താമണി പശുവാണ്. ചെറിയ കൊമ്പൊക്കെ ഉണ്ട്. ഇത് ഒരു 15 ദിവസത്തിനുള്ളിൽ പ്രസവിക്കും അല്ലേ? അതെ. 10 ദിവസം. അതെ. ഇത് നമുക്ക് എന്ത് പാല് പ്രതീക്ഷിക്കാം? ഇതൊരു 20 പ്രതീക്ഷിക്കാം. 20 ലിറ്റർ പാല് പ്രതീക്ഷിക്കാം അല്ലേ? അതെ. കണ്ടില്ലേ, ചെറിയ കൊമ്പുണ്ട് കേട്ടോ.